വിവാഹം ചെയ്യാൻ തീർച്ചയാക്കിയപ്പോ അത് അത് അദ്ദേഹം ചിന്നസ്വാമി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഈ സന്യാസം തുടരും എന്നാണ് സമുദായം വിചാരിച്ചിരുന്നത്. സ്വാമിജിയുടെ അനുഗ്രഹം ഉണ്ടാവില്ല എന്നായിരുന്നു അവരുടെ വിചാരം. പക്ഷെ രുചേർ വിഭേദേന ച കാരണാന്തരേ ഉഭേദുകാമാസ്മി ചിരായ ഗേഹിതം എന്ന് ഗുരുവിന് എഴുതി കൊടുത്തു. രുചേർ വിഭേദേന വാസനയുടെ വ്യത്യാസം. ജന്തുവിന് തുടരുന്നു വാസനാബന്ധമേ മുടലി വീഴുവളവും എന്ന് കുമാരനാശാൻ എഴുതിയിട്ടുണ്ടല്ലോ. ആ വാസനാബന്ധം അത് തിരിച്ചറിഞ്ഞപ്പോഴാണ് കുമാരനാശാൻ നിത്യസന്യാസം തനിക്ക് വിധിച്ചതല്ല എന്ന് ബോധ്യപ്പെട്ടത്. പക്ഷെ ഗുരുവിന്റെ സമ്മതമില്ലാതെ എങ്ങനെ ഗാർഹസ്ഥ്യത്തിലേക്ക് പ്രവേശിക്കും? അതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഈ സംസ്കൃതത്തിൽ എഴുതി കൊടുത്തു. രുചേർ വിഭേദേന വാസന വൈവിധ്യം കാരണാന്തരേഹി, വേറെ ചില കാരണങ്ങളും ഉണ്ട്. ഉഭേദകാമോസ്മി, ഞാൻ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു. ചിരായ ഗേഹിത, ഗൃഹവ്രതം സ്വീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് എഴുതി കൊടുത്തു. ഗുരു സമ്മതിച്ചു. ഗുരു ഉദാരമനുഷ്യനായിരുന്നു. ഒരാളുടെ വാസന എങ്ങനെയാന്ന് വെച്ചാൽ അങ്ങനെ ജീവിക്കണം എന്നല്ലാതെ സന്യാസം അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല എന്ന ഉദാര മനസ്സാണ് ഗുരു. പക്ഷെ സമുദായം വിചാരിച്ചത് ഗുരുവിന്റെ ഇച്ഛയ്ക്കെതിരായിട്ടാണ് കുമാരനാശാന്റെ പോക്ക് എന്നാണ്. പക്ഷെ അവര് പിന്നീട് തിരിച്ചറിഞ്ഞു ഗുരുവിന്റെ അനുഗ്രഹത്തോടു കൂടിയാണ് അദ്ദേഹം ഈ ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവേശിച്ചത്.